അപ്പോൾ രാവിലെ ദിവ്യേനെ കൂട്ടി നടക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ ഡെലിവറി കഴിഞ്ഞു. വാവയ്ക്ക് 2 മാസം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വർക്കൗട്ടൊക്കെ നമ്മളൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ജിമ്മിലൊക്കെ പോയി തുടങ്ങണേ മുമ്പായിട്ട് ആദ്യമേ ഒന്ന് നടന്ന് തുടങ്ങിയേക്കാന്ന് വെച്ചു കേട്ടോ. സകല സ്ഥലത്തും വേദന, ഇവിടെ വേദന, പല്ലുവേദന 2 സൈഡിലുണ്ട്, കഴുത്ത് വേദന, കാല് വേദന, ഫുൾ വേദനകളോട് വേദനയാണ്. എവിടെ പോയി ഇങ്ങനെ നടക്കുന്നു മാത്രം. പെടലി വേദന, പല്ല് വേദന, നടുവേദന, പിന്നെ ഓരോ വേദനകള്, പിന്നെ പുറമേദനയൊക്കെ ഉണ്ടായിരുന്നു, അതിനെ അഡ്ജസ്റ്റ് ചെയ്യാം. എല്ലാ വേദനകളും ഉണ്ട്. അപ്പോൾ നമ്മൾ വർക്കൗട്ട് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യമേ പകുതി ഒന്ന് നടന്ന് നമ്മൾ തുടങ്ങുവാണ് കേട്ടോ. ഇത് പറയുമ്പോ എല്ലാരും പറയും എന്നാന്നറിയാമോ, എന്താണ് റെസ്റ്റ് എടുക്കാത്തോണ്ടാ വേദന. മര്യാദയ്ക്ക് ഇരിക്കാത്തതുകൊണ്ടാണ് വേദന വന്നതെന്നല്ലേ. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് മര്യാദയ്ക്ക് ഇരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. പയ്യെ നമ്മൾ ഒന്ന് ആക്റ്റീവ് ലിവിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആക്റ്റീവ് ലിവിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ആക്റ്റീവായിട്ട് ഇങ്ങനെ ജീവിക്കാൻ പോവുകയാണ്. അപ്പോൾ നല്ല ഭക്ഷണം, ഇത്രയും ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചിന് പാലുണ്ടാക്കാനും അതിനും ഇതിന് ചെറുപയർ. ഇപ്പം നീ ചെറുപയർ കണ്ട കഴിക്കുമോ? ചോറ് കണ്ട കഴിക്കുമോ? ആ പരുവത്തിലേക്ക് അവളായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ആ കാരണവന്മാർ എല്ലാവരും കൂടെ കൂടിയിട്ട് പഴയ കാലഘട്ടത്തിൽ നല്ല ഫുഡുകളാണ്, പക്ഷെ എല്ലാം കുറേ കൂടുതൽ കഴിക്കേണ്ട വന്നു. ഒരാൾക്ക് കഴിക്കുന്നതിന് പകരം 2-3 ആൾക്ക് കഴിക്കാനുള്ള ഫുഡ്. അതെ, ഈ പ്രസവ കാലത്ത് ഒരു ആന പോലും ഇത്രയും പഴം കഴിച്ചാണല്ലോ. അപ്പം നമ്മളിനി ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് ടു ആ ഒരു നോർമൽ ഷേപ്പിലേക്ക് വരാനുള്ള ഒരു പ്ലാനിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഫുഡ് കാര്യങ്ങൾ ആദ്യം ഒന്ന് കറക്റ്റ് ചെയ്തു, നമ്മുടെ വർക്കൗട്ട് ഒന്ന് പ്രോപ്പർ ആക്കുന്നു കേട്ടോ. ഇന്നലെ കുറേ ചോക്ലേറ്റ് ഇന്ന് രാത്രി തിന്നോണ്ടിരുന്ന ആളോടാണ് ഞാൻ ഈ കഥ മൊത്തം പറയണേ. ചോക്ലേറ്റ് കാണുമ്പോൾ ഒരു അപ്പോൾ നമ്മളിനി ഭക്ഷണം ഒന്ന് പ്രോപ്പറാക്കി ഹെൽത്തി ഫുഡ് പ്രോപ്പർ അളവിൽ കഴിക്കുന്നു, അത്യാവശ്യം ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നു. ഓടിപ്പോയി നമുക്കിപ്പോൾ ഞാൻ തുടക്കത്തിൽ ജിമ്മിലൊന്നും പോയി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യം ഒന്ന് നടന്നു തുടങ്ങി കുറച്ച് ദൂരം, മാക്സിമം ഒരു 1 കിലോമീറ്റർ എന്ന് നടക്കുന്നുള്ളൂ. ഇന്ന് നമ്മൾ ജിമ്മിൽ പോകുന്നില്ല. ഈ ഒരാഴ്ചത്തേക്ക് ചിലപ്പോൾ ജിമ്മിൽ പോകുന്നില്ല കേട്ടോ. കാരണം ആ ബോഡിയൊക്കെ ടെൻഡൻസ്, ലിഗമെൻറ്റ്സ്, മെയിൻ ജോയിൻറ്റുകളൊക്കെ ഒന്ന് സ്ട്രോങ് ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ ഇഞ്ചുറി ഒന്നും കൂടാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പോൾ ജിമ്മിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ലൊരു ട്രെയിനർ ഇല്ലെങ്കിൽ കൂടുതൽ ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏതൊരു ജിമ്മിൽ ചെന്ന് കഴിഞ്ഞാലും നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് അവിടുത്തെ മെഷീൻസും കാര്യങ്ങളും മാത്രമല്ല, അവിടുത്തെ ട്രെയിനറുടെ ക്വാളിഫിക്കേഷൻ നോക്കണം. നന്നായിട്ട് പറഞ്ഞു തരാൻ അറിയുന്ന ആളാണോ നോക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷങ്ങളായിരിക്കും. അങ്ങോട്ട് പോകണ്ട, വഴി മൊത്തം മോശമായി കിടക്കുവാണ്. ഞങ്ങളിങ്ങനെ കൊച്ചി ചേർന്നപ്പോഴേ, നേരത്തെ കൊച്ചി പഠിക്കാൻ പോയപ്പോൾ അവിടെ ഒരു ജിമ്മിൽ ചേർന്നു. എന്നിട്ടോ അപ്പം ഞങ്ങള് കുറച്ച് പിള്ളേർ ചേർന്ന് ജിമ്മിൽ പോവാ. ആദ്യത്തെ ദിവസം ഭയങ്കര കാവടി തള്ളിയൊക്കെ പോയി. പിറ്റേ ദിവസം ഉണ്ടല്ലോ 3 നില മേളില ജിമ്മ്. പിറ്റേ ദിവസം എഴുന്നൊക്കെ ജിമ്മിൽ പോയിക്കൊണ്ടിരുന്ന എന്താ പൊന്നെ. പിന്നെ എങ്ങനെയും കയറി പറ്റിയത് ഞാനേ ഉള്ളു. ബാക്കിയുള്ളവന്മാർ 2-ാം നില എത്തിയത് അയ്യോ ഇനി പോണോന്നൊക്കെ. ഞാൻ പിന്നെ ഓൾറെഡി ഇവിടെ ചെയ്യാറുള്ളതുകൊണ്ട് പിന്നെ കുറച്ചൊക്കെ എനിക്ക് ഓക്കെ ആയിരുന്നു. അതെല്ലേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അഡ്വഞ്ചർ കപ്പിളിൽ നിന്ന് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഇതുപോലെ കൊച്ചു വിശേഷങ്ങളാണ്. അപ്പോൾ നമ്മളോട് നിങ്ങളൊരു ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്തോളും. അതുപോലെ ചെറിയ ടിപ്പുകൾ നിങ്ങൾക്ക് ഓരോ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ടിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഉടനെ തന്നെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഞങ്ങളോട് ഇപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഷുഗർ ഓയിലൊന്ന് അവോയ്ഡ് ചെയ്യുക. പ്രോപ്പറായിട്ടുള്ളൊരു ഭക്ഷണം കഴിക്കുക. ഇതുപോലെ ലൈറ്റായിട്ടുള്ളൊരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുക. വളരെ ലൈറ്റുള്ള ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. ബൈ.